കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു യാത്ര പോകുന്നത്. ഇന്ന് ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടല്ല, ഞാൻ ഓൾറെഡി പോയാണ് വാൽപ്പറയൊക്കെ. അപ്പോൾ ഇപ്പം ഈ മഴയൊക്കെ പെയ്തിട്ട് അവിടെ ആതിരപ്പള്ളിക്ക് നല്ല വെള്ളം കൂടിയിട്ട്, അപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോയി വാൽപ്പറയിലോട്ടുള്ള പ്ലാനാണ്. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ യാത്ര പോകുന്നത്. അപ്പം ഗ്രൂപ്പ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെ പോലെ തന്നെ നമ്മൾ എടപ്പള്ളി പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് എയറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടോ. അപ്പോൾ നമ്മൾ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ വണ്ടി അങ്ങനെ ആലുവ എത്തി. ആലുവ കഴിച്ച് ഇച്ചിരി മുമ്പോട്ട് പോകുമ്പം ഇത് ഞാൻ കണ്ടൊരു ബസ്സാണിത്. നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നിട്ട് എയർപോർട്ടിലോട്ട് പോകുന്ന എയർപോർട്ട് ഫീഡർ എന്ന് പറഞ്ഞൊരു ബസ്സാട്ടോ. എന്തായാലും അടിപൊളി കൺസെപ്റ്റാണ്. അങ്ങനെ ഒരു അരമണിക്കൂറത്തെ ഡ്രൈവിന് വെച്ച് നമ്മളിപ്പോൾ ചാലക്കുടി എത്തി. ചാലക്കുടി ഹൈവേന്ന് ചാലക്കുടി ടൗണിലോട്ട് ഇറങ്ങിയേക്കണാണ്. അപ്പോൾ ഈ ടൗണിലോട്ടുള്ള നേരെ പോയിട്ട് നമുക്ക് റൈറ്റിലേക്കാണ് ആതിരപ്പള്ളി റൂട്ടിലോട്ട് പോകേണ്ടി കേട്ടോ. അപ്പോൾ ഇനി നേരെ ആതിരപ്പള്ളിക്ക് പോകട്ടോ. ചാലക്കുടിയിൽ വരുമ്പോൾ നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്തതും നമുക്ക് ഓർമ്മ വരുന്നതുമായ ഒരു സംഭവമാണ് നമ്മുടെ മണിച്ചേട്ടൻ കേട്ടോ. മണിച്ചേട്ടൻ്റെ പേരിൽ ഇവിടെ മണിച്ചേട്ടൻ്റെ കുറേ സുഹൃത്തുക്കൾ മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് പറഞ്ഞ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കേട്ടോ. നമ്മുടെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചും കരയിപ്പിച്ചും എന്താ പറയുക, ഒരു മഹാനടനായിരുന്നു നമ്മുടെ കലാപം മണിച്ചേട്ടനൊക്കെ. നമ്മൾ ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളി റോട്ടിൽ കയറിട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്തിരി എന്താ പറയുക, ഒരു മഴക്കാരൊക്കെ ഉണ്ട്, വെയിലൊക്കെ പോയിട്ടുണ്ട്, ഒരു മൂടൽ മഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടോ. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ആതിരപ്പള്ളിയിലോട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളി റോട്ടിൽ കയറി. നമ്മൾ ആതിരപ്പള്ളി ഒരു അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാലക്കുടി ഒരു അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചാലക്കുടി ഇങ്ങോട്ട് ആതിരപ്പള്ളി റോട്ടിൽ കയറിയപ്പോൾ അത്യാവശ്യം ക്ലൗഡി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കാരണം മഴയൊക്കെ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ഇപ്പോൾ 10-15 കിലോമീറ്റർ നമുക്ക് പോകാണ്ട്. അതെന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാല്ലേ. അപ്പോൾ പോണ വഴിക്ക് നല്ല നല്ല കാഴ്ചകൾ കിട്ടും, നിങ്ങളത് കാണിക്കുന്നതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് കിട്ടുന്ന പ്രതീക്ഷയോടെ നമ്മൾ പോവാണ്. പോണ വഴിക്കുന്ന എവിടെ നിർത്തിയിട്ട് ചായ കുടിക്കും. രാവിലെ ചായ കുടിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 9:45 സമയം കേട്ടോ. അപ്പൊ എന്തായാലും ഇതിന് നേരെ അവിടെ മുമ്പോട്ട് പോവാട്ടോ. നമ്മള് ഈ ആതിരപ്പള്ളി ചാലക്കുടി റൂട്ടിലാണ് നമ്മൾ ഈ ഡ്രീം വേൾഡ് നിൽക്കുന്നത്. അതേപോലെ തന്നെ സിൽവർ സ്റ്റോം ഇതേ റൂട്ടിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ പോണ വഴിക്ക് കുറെ റംബൂട്ടാനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കഴിഞ്ഞു പോയി. അടുത്ത സ്ഥലത്ത് നിർത്തി കാണിച്ചു കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ സ്ഥലത്ത് വണ്ടി നിർത്തി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലോ ഇവിടെ ഫുൾ റംബൂട്ടാന്റെ സീസൺ ആണുള്ളത്. ഇതേപോലെ റംബൂട്ടാൻ ഇഷ്ടംപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാം ഇതേപോലെ ആൾക്കാർ ഇങ്ങനെ പറിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാം ഇങ്ങനെ മൂടി വെച്ചാണ് കേട്ടോ. നെറ്റ് കൊണ്ട് വരുന്ന റൂട്ടിൽ ഇഷ്ടംപോലെ റംബൂട്ടാൻസ് ഉണ്ട്, ഒരുപാട് റൂട്ട് കേട്ടോ. എന്തായാലും നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചും കൂടി പോകാൻ കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തിയത് ഇഷ്ടംപോലെ ഇവിടെ റംബൂട്ടാൻ സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി റംബൂട്ടാൻ കേട്ടോ. ചില റംബൂട്ടാൻ എന്തായാലും കിലോ 300, 50 രൂപ കിലോ. എന്തായാലും കുറച്ച് അപ്പൊ ഇവിടെ 50 രൂപ റംബൂട്ടാൻ വാങ്ങിയത് കഴിച്ചു കേട്ടോ. ഈ സീസണിലെ ഫസ്റ്റ് റംബൂട്ടാനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കാന്തല്ലൂർ പോയപ്പോൾ എനിക്ക് അവിടുന്ന് റംബൂട്ടാൻ കിട്ടിയായിരുന്നു. പക്ഷെ അവിടുത്തെ ടേസ്റ്റ് ഇവിടുത്തെ റംബൂട്ടാൻ കേട്ടോ. കഴിച്ചു എന്തായാലും കേട്ടോ. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം ചാലക്കുടിയിൽ നിന്ന് പോന്നിട്ട് ഇപ്പൊ ആതിരപ്പള്ളി എത്താറായി. ഇവിടെ ഇപ്പൊ ഫോറസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണുള്ളത്. അപ്പൊ ഫോറസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ അങ്ങോട്ട് ഇപ്പൊ ഇവിടെ വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് ഇനി ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഇവിടെ ഇനി 10 കിലോമീറ്റർ ആണ് നമ്മൾ ആതിരപ്പള്ളിയിലോട്ടുള്ളത് കേട്ടോ. അവിടുന്ന് വണ്ടി എടുത്ത് ഇത്തിരി മുമ്പോട്ട് വന്ന് ഇപ്പൊ 2 സൈഡിലും ഫോറസ്റ്റുകളുടെ മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആൾതാമസ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കടകളും വീടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ ആതിരപ്പള്ളി എടുക്കാറായി. ഇനി ഏകദേശം 7-8 കിലോമീറ്ററോടെ ഉള്ളൂ. നമ്മളിപ്പോ നല്ല നല്ല സ്ഥലങ്ങളെ കണ്ടിട്ടാ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഡീപ്പ് ഫോറസ്റ്റിലോട്ട് കയറിയിട്ടുണ്ട്. 2 സൈഡിലും നല്ല ഡീപ്പ് ഫോറസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി പോകുന്ന ശേഷം ഞാൻ ഇവിടെ വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. ഇവിടെ ഒരു ഉമ്മുമ്മയുടെ തട്ടട എന്ന് പറഞ്ഞ കടയുണ്ടായിരുന്നു. കടയിൽ നിന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയിന്ന് ഓർഡർ ചെയ്തിട്ടോ. ഞങ്ങൾ എന്തായാലും ഇപ്പൊ കയറിയ കടയിൽ നിന്ന് ഞങ്ങൾ ഫുഡ് ചെയ്യാൻ ഇറങ്ങി. ആരെങ്കിലും ഈ റൂട്ടിൽ വരികയാണെങ്കിൽ പാത്തുമ്മാന്റെ കട അല്ല ഉമ്മാന്റെ കട എന്ന് പറഞ്ഞ കട കണ്ട കയറിയത് കിട്ടും. വൃത്തി എന്ന് പറഞ്ഞ സംഭവം അവരുടെ അയിലത്തൂടെ പോലും വൃത്തി പോയിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത വൃത്തിയാണ്. അപ്പൊ ആരും അവിടെ കയറാതിരിക്കുക, മാക്സിമം കയറാണ്ടിരിക്കുക. ആതിരപ്പള്ളി എത്തുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മുടെ തുമ്പൂർമുയി എന്ന് പറഞ്ഞ ഡാം ഉണ്ട്. ഇവിടെ റിവർ തൂക്കുപാലം, അതായത് ഹാങ്ങിങ് ബ്രിഡ്ജ്, ബട്ടർഫ്ലൈ ഗാർഡൻ ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതിനകത്തോടൊന്ന് കയറി നോക്കട്ടെ. നമുക്ക് ഉള്ളോട്ട് കയറിയിട്ട് ഇച്ചിരി താഴോട്ട് പോകുമ്പോൾ നേരെ കാണുന്ന അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരു അഡൽട്ടിന് വരുന്നത് 20 രൂപ കേട്ടോ.
അപ്പോൾ താഴെ കൂടി ഇതേ നമ്മുടെ ചാലക്കുടി പുഴയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ കാണാൻ പറ്റും കണ്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളോട് നടന്നു നോക്കാം. ഇത് താഴോട്ട് നടക്കാണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരാൾക്ക് 20 രൂപ, 2 പേർക്ക് 40 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്ത് നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ കുറേ ബട്ടർഫ്ലൈസ് ഇങ്ങനെ കാണാം. നല്ല അടിപൊളി വെറൈറ്റി ബട്ടർഫ്ലൈകൾ കുറേ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിന് അവിടെ നിന്ന് അത്യാവശ്യം താഴോട്ട് ഇറങ്ങാണ്ട് കുറച്ച് നടന്ന് പോകണ്ട കേട്ടോ. എന്തായാലും നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ബോർഡൊക്കെ കാണാം, ഹാങ്ങിങ് ബ്രിഡ്ജ് റെസ്റ്റോറൻറ്റ് എന്ന് കുറേ ബോർഡൊക്കെ കാണാം. എന്തായാലും നേരത്തെ കയറി കടയിൽ നിന്ന് ഇറങ്ങി വന്നാണ് ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടും നോക്കാം നല്ല. അപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ പോകണം ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട്. എന്തായാലും അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിട്ടത്. ഞാൻ എന്തായാലും ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത് ഫസ്റ്റ് ടൈം കേട്ടോ. ഈ ആതിരപ്പള്ളിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവത്തിൻ്റെ അകത്തോട്ട് കയറുന്നത് ഫസ്റ്റ് ടൈമാണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഫുൾ കാട് ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് അങ്ങനെ കുറച്ചും കൊണ്ട് നടന്നു വന്ന ശേഷം നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട്. ഈ ചാലക്കുടി പുഴയുടെ മുകളിലായിട്ടാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തേക്കുന്നത്. കുറേ ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് നേരെ നടന്നു നോക്കാം. കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ. ഇത് ഇത്തിരി വലിപ്പമുണ്ട്. ഇത് അങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ളത് ഹാങ്ങിങ് ബ്രിഡ്ജിലായിട്ടുള്ളത്. കുറേ കാലത്തിന് ശേഷമാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് കയറുന്നത്. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ചാലക്കുടി പുഴയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതേണ്ടാവും. വെള്ളങ്ങൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആണല്ലോ ഇത് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തേക്കണം എനിക്ക് തോന്നുന്നത്. മതിലൊക്കെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഹാങ്ങിങ് ബ്രിഡ്ജിൽ ഇറങ്ങിയിട്ട് താഴോട്ട് വന്നപ്പോൾ അവിടെ നിൽക്കുന്ന അടിപൊളി ഗാർഡനാണ്. പിള്ളേർ കളിക്കാൻ പറ്റിയ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവം വൈബ് സ്ഥലം കേട്ടോ. ഇനിയിപ്പോൾ നേരെ തിരിച്ച് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകണം. ഇവിടെ അതേപോലത്തെ ബട്ടർഫ്ലൈസ് ഒരുപാടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ കാണുന്ന എൻട്രൻസ് വഴിയാണ് നമ്മൾ ഉള്ളോട്ട് പോയിട്ട് കാര്യങ്ങൾ വീഡിയോ എടുത്തതും കണ്ടതൊക്കെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ബട്ടർഫ്ലൈസ്, പല രീതിയിലുള്ള ബട്ടർഫ്ലൈകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് തന്നെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പാർക്കിംഗ് ഉള്ളത്. നമ്മളെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് 10 രൂപ കൊടുത്ത് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് താഴെ ഉണ്ട്. കാറുകളും ബസ്സുകളൊക്കെ കുറേ പാർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഇനി ഇവിടെ വണ്ടി എടുത്തിട്ട് അടുത്ത് നല്ലൊരു ചായക്കടയിൽ കയറി ചായ കുടിക്കണം. ദെൻ നേരെ ആതിരപ്പള്ളി കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കിന് മഴ പെയ്ത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മഴ ചോരാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നില്ല. ഡ്രസ്സ് മാറ്റി നേരെ പോകാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ഞാൻ മഴക്കോട്ടിട്ട് ട്രൗസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ അങ്ങോട്ട് പോവാം. മഴത്തും പോകണ വണ്ടി ഓടിച്ച് പോകണ ഒരു പ്രത്യേക രസമാണല്ലോ. നമുക്ക് അറിയാലോ, ആ ഫീലിംഗ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തായാലും നേരെ പോയി നോക്കാം. അങ്ങനെ കുറച്ചും കൂടി പോകുന്ന ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. ഇവിടെ കിങ്സ് ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു കടയിൽ നിർത്തിയതാണ്. അപ്പോൾ മറ്റേതുപോലെ തന്നെയാണോ ഇവിടെ നിന്ന് അറിയില്ല. പോയി നോക്കാം കേട്ടോ. എന്തായാലും നേരത്തെ കയറിയ ഉമ്മുമ്മയുടെ കട ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഗേസ് ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല. എന്താണെന്നറിയില്ല, ഒന്ന് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ആകെ ഇഡ്ഡലി മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് കുറച്ച് നോൺ വെജിന് ആളായതുകൊണ്ട് എനിക്ക് ഇഡ്ഡലി മാത്രം കഴിക്കാൻ പറ്റില്ല. എനിക്ക് ചിക്കനോ ബീഫോ ഫിഷ് വേണം. അതുകൊണ്ട് അടുത്ത കടയിലോട്ട് പോകാട്ടോ. അവസാനം നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ കട കണ്ടുപിടിച്ച് അവിടേക്ക് കയറാണ്. ഇവിടെ ബിരിയാണി എല്ലാം ആയിട്ടുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. നമ്മൾ ഇവിടേക്ക് ഏറ്റവും മുന്നേ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ചൂട് ബിരിയാണി, വായയിൽ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് അത് കഴിച്ചിട്ട് നമ്മൾ ബാക്കിയെടുത്ത് ആതിരപ്പള്ളി എൻട്രൻസിന് തൊട്ട് മുമ്പായിട്ട് ആതിരപ്പള്ളി വാട്ടർഫാൾസിനൊരു എന്താ പറയുക ഒരു വ്യൂ ഉണ്ട് കേട്ടോ. അത് കാണാൻ അടിപൊളി വ്യൂ ആണ്. രക്ഷയില്ല കേട്ടോ. അതായത് നമ്മളിതിന് ഉള്ളോട്ട് കയറാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനി പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ഉള്ളോട്ട് പോകട്ടോ. വ്യൂ ഉണ്ടോ, അടിപൊളി കേട്ടോ. ഇത് നമ്മളിപ്പോൾ നടന്നിട്ട് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് താഴെ കൂടെ പോയിട്ട് തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ട കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ആ നേരെ കാണുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടറൊക്കെ. അതിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്കിനി നേരെ താഴെ നടന്നു പോകട്ടോ. ഈ എൻട്രൻസിൻ്റെ അകത്തോടെ പോകേണ്ടത്. ടിക്കറ്റ് കൗണ്ടർ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ അകത്തോട്ട് പോകണം. കുറച്ച് താഴെ നടക്കാൻ കേട്ടോ. അപ്പോൾ ടിക്കറ്റ് റേറ്റ് വരുന്ന ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഒരാൾക്ക് 50 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ എൻട്രൻസ് വഴിയാണ് അകത്തോട്ട് പോകേണ്ടത് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ പുറത്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഗേറ്റിൽ ടിക്കറ്റ് കാണിച്ചിട്ട് നേരെ ഉള്ളോട്ട് കയറി പോകാം. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് വഴികളാണ് നടന്നു പോകുന്നത്. ചുറ്റും ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് ആതിരപ്പള്ളിയിലാണ്. അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഒരുപാട് ഫിലിംസ് ഷാറുഖ് ഖാൻ്റെയും ഹിന്ദി ഫിലിംസ് ആയാലും തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം ഒരുപാട് ഫിലിം ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് ആതിരപ്പള്ളി. അപ്പോൾ ആതിരപ്പള്ളിത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കമോൺ. അത്യാവശ്യം താഴോട്ട് ഇറങ്ങി പോകാണ്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിന് താഴോട്ട് എത്തണമെങ്കിൽ കേട്ടോ. എന്തായാലും നടന്ന് നമുക്ക് അങ്ങോട്ട് പോവാം.
പോണ വഴിക്ക് ഇതേപോലത്തെ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഫുള്ള് ഫോറസ്റ്റ് ഓഫീസേഴ്സാണ് ഇവിടെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. സർവത്ത് വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചെറിയൊരു കടയാട്ടത്. ഇവിടുന്ന് ഇങ്ങനെ മറ്റേ ചീവിടിയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. കറക്റ്റ് ഫോറസ്റ്റിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു രസം കേട്ടോ. ഇതാണ് ലെമൺ ജ്യൂസ് ഉണ്ട് 20 രൂപ. അപ്പം എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ലെമൺ ജ്യൂസിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല. നമുക്ക് നേരെ താഴോട്ട് പോയി നോക്കാം. ഇനി ഇറങ്ങി പോവാണ്. ഇതേപോലത്തെ 2 പാതകളോട് ഉണ്ടാക്കിക്കൊണ്ട് നല്ല സുഖം കേട്ടോ. കല്ല് നടക്കേണ്ടവർക്ക് കല്ല് നടന്നു പോവാം. നേരെ കോൺക്രീറ്റ് വഴി വേറെ ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തൊക്കെ കാടുകളാണ്. ഇവിടെയൊക്കെ കണ്ടോ മറ്റേ ലൈൻ കമ്പികൾ വെച്ചിട്ടുണ്ട്, മൃഗങ്ങൾ ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി വെച്ചാട്ടോ. കുറച്ചിറങ്ങി താഴോട്ട് വരുമ്പോൾ തൊട്ടപ്പുറത്ത് ലേഡീസ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസ് ടോയ്ലറ്റിന് നേരെ ഓപ്പോസിറ്റ് ജെൻസ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് മുമ്പോട്ട് കാണുന്ന വ്യൂ കണ്ടില്ലേ, നമ്മൾ ഏകദേശം സ്ഥലത്തിനടുത്ത് എത്തിട്ടോ. ആഹാ അടിപൊളിയാട്ടോ. എന്തായാലും വാ നേരെ താഴോട്ട് പോവാം. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ആതിരപ്പള്ളി പുഴയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് അടിപൊളിയാണ്. എന്താ പറയുക, ഇവിടെ ഏതായാലും അടിപൊളി വ്യൂ ആണ്. നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് പോകേണ്ടത് തൊട്ടപ്പുറത്തുള്ള വഴിയോടെ പോയിട്ട് താഴോട്ട് പോകണം കേട്ടോ. എന്തായാലും അവിടെ ഇപ്പോൾ ഇറങ്ങുന്നില്ല, അവിടെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. അപ്പോൾ ഞാൻ ഈ വഴിക്കൂടെ നേരെ താഴോട്ട് പോവാണ്. നല്ല തിരക്കാട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ. ഇതിൽ നേരെ താഴോട്ട് പോയിട്ടാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം വരുന്നത് കേട്ടോ. അത്യാവശ്യം കല്ലും മുള്ളും എന്ന് പറഞ്ഞ വഴി എന്ന് പറഞ്ഞ പോലെ ഫുള്ള് കല്ലിട്ട വഴിയാണ്. നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാം. ഇതിലിങ്ങനെ താഴോട്ട് പോയിട്ടാണ് നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത് കേട്ടോ. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, സൈഡിലൊക്കെ മറ്റേ ലൈൻ കമ്പി ഇട്ടിട്ടുണ്ട് മൃഗങ്ങൾ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാം കേട്ടോ. കുറച്ചധികം ഇറങ്ങാണ്ട്, ഇത് കുറച്ച് അത്യാവശ്യം ഇറങ്ങാണ്ട്. ഇതിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന കേട്ടോ റോഡ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങാണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ കാഴ്ചകൾ കാണാമല്ലോ, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഇതാണ് ഇറങ്ങിയിട്ട് തീർന്നില്ല കേട്ടോ. അത്യാവശ്യം കുറേ നടക്കാണ്ട്. ഞായറാണ് സൺഡേ, അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് കേട്ടോ. എന്തായാലും കുറച്ചധികം ഇങ്ങനെ ഇറങ്ങാണ്ട്. ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് മുകളിൽ താഴോട്ട് ഇറങ്ങാൻ കേട്ടോ. കല്ലിട്ട റോഡായതുകൊണ്ടാണ് പ്രശ്നം. അത്യാവശ്യം നല്ല വഴിയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും നമ്മൾ വന്ന കാഴ്ചത് ദൂരത്ത് അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് കാണണം. അപ്പം നേരെ അങ്ങോട്ട് പോവാം. ഈ കല്ല് കൂടെ നടന്നു പോയിട്ട് കാലിൻ്റെ മസിൽസൊക്കെ ഇങ്ങനെ വേദനയായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്രൗഡുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലെത്തിയിരുന്നു കേട്ടോ. ആരെ വാ, എന്താ അടിപൊളി സംഭവം, ഒരു രക്ഷയില്ല ഇതിനെക്കുറിച്ച് പറയാൻ കേട്ടോ. നമ്മൾ എന്തായാലും വാ അങ്ങോട്ട് നടന്ന് നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാം. ബാക്കി കാഴ്ച നമ്മൾ അവിടെ പോയിട്ട് കാണാം. എല്ലാവരും അതിൽ പോകണേ, നമ്മൾ എന്തായാലും ഷോട്ട് അടിക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് സൗത്ത് ഇന്ത്യയിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. എന്താ രസം. സംസാരിക്കണമെന്നുണ്ട്, കിതച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ എടുത്തോണ്ട് അങ്ങോട്ട് പോകട്ടോ. ഒരുപാട് അത്യാവശ്യം നല്ല ക്രൗഡുകളുണ്ട് കേട്ടോ. എവിടെയെങ്കിലും പോയി നിന്നിട്ട് 2 ഫോട്ടോ കാച്ചണം, കുറച്ച് വീഡിയോ എടുക്കണം, നേരെ തിരിച്ചു പോകണം. അതാണ് ഇന്നത്തെ പരിപാടി. നല്ല മഴ പെയ്ത് ഞങ്ങൾ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. എന്താ നോക്കി, ഒരു രക്ഷയില്ല, പൊള്ളിച്ചട്ടോ. മഴയൊക്കെ ഇങ്ങനെ പാറി വരുന്ന വെള്ളം, പൊള്ളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല ക്രൗഡും നല്ല മഴയും പെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഇവിടുന്ന് അധികം വീഡിയോ എടുക്കാൻ പറ്റും തോന്നുന്നില്ല, നേരെ കയറി പോട്ടോ. കുറേ നേരം ഇവിടെ ഇരുന്ന് ആസ്വദിച്ചിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. തിരിച്ചു പോണ വഴിയിലാണ്.
ഇനി ആ വന്ന അതേ വഴി തന്നെ തിരിച്ച് കയറിയും വേണം കേട്ടോ. എന്തായാലും പ്രകൃതി നമുക്ക് തന്നൊരു വല്ലാതെ സംഭവം കേട്ടോ. അടിപൊളി ഫീൽ അവിടെ, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് നേരെ കയറി മേലോട്ട് പോവാം. ഇവിടുന്ന് 1 കിലോമീറ്ററോളം ഇനി നടക്കാണ്ട് കേട്ടോ. ഓ ഇല്ല, വെള്ളത്തിന് കുളിച്ച് കണ്ണൊക്കെ ചോന്ന് കിടക്കണ്ടേ. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വഴിയാണ്. ഇതേ വഴി കയറിയിട്ട് വേണം ഇനി മേലോട്ട് പോകാൻ കേട്ടോ. പോകുന്ന സമയത്തും വരുന്ന സമയത്തും നല്ല തിരക്കുണ്ട്, ഒരു കുറവില്ല ആൾക്കാർ കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് നല്ലോണം ഗസ്റ്റുകളുണ്ടെന്ന്. ഇങ്ങനെ കയറി മേലോട്ട് പോവാം. ഇതേപോലത്തെ കല്ലുകളായതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. നല്ല കോൺക്രീറ്റ് റോഡാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ഞങ്ങൾ മുകളിൽ കയറി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ വണ്ടി പാർക്കിനടുത്തോട്ട് പോയിട്ട് ബൈക്കെടുത്ത് നേരത്തെ സ്പോട്ടോട്ട് പോകട്ടോ. അങ്ങനെ നടന്ന് വന്ന് കുറച്ച് അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും ഇനി ടിക്കറ്റ് കൗണ്ടർ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് ഭാഗത്തേക്ക് പോകട്ടോ. ഇതിലെ പോകുമ്പോൾ ഒരു സമാധാനമുണ്ട്, കാരണം ഇതേപോലത്തെ കോൺക്രീറ്റ് റോഡുകളുണ്ട്, അതുകൊണ്ട് സുഖം കേട്ടോ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നടത്തും അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചതേ പുറത്തേക്കുള്ള വഴി എത്തിയിട്ടുണ്ട്. അല്ലാ, ക്ഷീണിച്ചു പോയി. ഒത്തിരി നടന്ന് കയറാനുള്ളതുകൊണ്ട് നല്ല മഴയുണ്ട് കേട്ടോ. മഴയ്ക്കൊരു കുറവുമില്ല, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതിലിങ്ങനെ പുറത്തോട്ട് പോവാം. ഓ, ഉള്ളോട്ട് കയറാൻ എത്രത്തോളം ആൾക്കാരെന്ന് വെയിറ്റ് നോക്കി. എൻ്റെ അഭിപ്രായത്തിൽ ഡെയിലി ഒരു 10,000-15,000 ആൾക്കാർ ഇവിടെ വരുന്നുണ്ടാവും കേട്ടോ, അപ്രോക്സിമേറ്റ്. തീരെ കുഞ്ഞിതില്ല. ഇത് എത്രയാട്ടാ? ഇത് 80, അത് 100, 2 വേണ്ട, നോക്കിയിട്ട് വരാം. പോരാം. ഇവിടുന്ന് അകത്തോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടുന്ന് 100 രൂപയുടെ 80 രൂപയുടെ മഴക്കോട്ട് വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി വെച്ചിരുന്ന മുകളിലാണ്, നമ്മൾ അങ്ങോട്ട് പോവാം. ഇവിടെ സൈഡിൽ മൊത്തം ഈ കച്ചവടക്കാരട്ടോ. പിന്നെ തമിഴ്നാട് ബോർഡർ അടുത്തായതുകൊണ്ടും ഇവിടുത്തെ എല്ലാം അത്യാവശ്യം എല്ലാം തമിഴിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലാണ് വണ്ടി വെച്ചത്. നേരെ നമുക്ക് മേലോട്ട് കയറി പോവാം. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ പറ്റി. അപ്പോൾ ഗ്രൂപ്പ് ട്രാവലിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണേ. അപ്പോൾ പുതിയ കാഴ്ചകളായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.